ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ബ്രസീലിയൻ മാധ്യമമായ ഓ ഗ്ലോബോ എസ്പോർട്ടസ് നെയ്മറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. അതായത് ബ്രസീലിൻ്റെ അടുത്ത മത്സരത്തിലെ എതിരാളികൾ ഹെയ്ത്തിയാണ്. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയറെ തിരിച്ചു കൊണ്ടുവരാൻ അഥവാ ആ മത്സരത്തിൽ നെയ്മറെ കളിപ്പിക്കാൻ ഇപ്പോൾ ബ്രസീലിന് പ്ലാനുകൾ ഉണ്ട് എന്നാണ് ഓ ഗ്ലോബോ എസ്പോർട്ടസ് എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, തിങ്കളാഴ്ച നടക്കുന്ന ട്രെയിനിങ് സെഷനിൽ നെയ്മർ ജൂനിയറെ പങ്കെടുപ്പിക്കാനും ഇപ്പോൾ ബ്രസീൽ ആലോചിക്കുന്നുണ്ട്. അതായത് നെയ്മർ ഇതുവരെ ഗ്രൂപ്പിനോടൊപ്പം ട്രെയിനിങ് നടത്തിയിട്ടില്ല. തിങ്കളാഴ്ചത്തെ ട്രെയിനിങ് സെഷനിൽ നെയ്മർ ജൂനിയർ ഗ്രൂപ്പിനോടൊപ്പം ട്രെയിനിങ് നടത്തിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് വളരെയധികം സന്തോഷകരമായ ഒരു വാർത്തയാണ്. നല്ല രൂപത്തിൽ കാര്യങ്ങൾ പുരോഗമിച്ചാൽ ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരത്തിൽ പകരക്കാരന്റെ വേഷത്തിൽ കുറച്ച് മിനിറ്റുകളൊക്കെ കളിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞേക്കും എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മാധ്യമമായ ഗ്ലോബോ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ മത്സരത്തിൽ ഇറക്കിയ സ്റ്റാർട്ടിംഗ് 11 കാര്യത്തിൽ ഇപ്പോൾ ആഞ്ചലോട്ടി ഹാപ്പിയല്ല. അവരുടെ പ്രകടനത്തിന്റെ കാര്യത്തിൽ ആഞ്ചലോട്ടി ഹാപ്പിയല്ല. അതുകൊണ്ട് തന്നെ ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ മത്സരത്തിലെ അതേ സ്റ്റാർട്ടിംഗ് 11 കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്താൻ സാധ്യതയില്ല, മറിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്ത് തരം മാറ്റങ്ങളാണ് എന്നുള്ളത് കൂടുതൽ ട്രെയിനിങ് സെഷനുകൾക്ക് ശേഷം മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും മധ്യനിരയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.